സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ടെടുപ്പ് 7 മണിക്കൂർ പിന്നിടുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി മനോജ് ഉമയിൽ ചേരുന്നുണ്ട്. മനോജ്, വോട്ടെടുപ്പ് 7 മണിക്കൂർ പിന്നിടുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. എല്ലായിടത്തും സമാധാനപരമായി തന്നെയാണോ പോളിംഗ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷാരിമ, വോട്ടെടുപ്പ് 7 മണിക്കൂർ പിന്നിടുന്നു. ഇനി 4 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. 4 മണിക്കൂർ അവശേഷിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 50% പോളിംഗ് ശതമാനം എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 50% കടന്നിരിക്കുന്നു കണ്ണൂരിലെ പോളിംഗ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏതാണ്ട് 4% കൂടുതൽ കണ്ണൂർ ജില്ലയിൽ കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ട്. എന്തായാലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും 50% മുകളിലേക്ക് പോളിംഗ് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ അല്പം മുമ്പ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൾ ഇങ്ങനെയാണ്. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണക്കിങ്ങനെയാണ്. പയ്യന്നൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത്. 51% പിന്നിട്ടിരിക്കുന്നു പയ്യന്നൂരിൽ. കല്യാശ്ശേരി മണ്ഡലത്തിൽ 2 മണ്ഡലങ്ങളും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. 50.81% പേർ വോട്ട് രേഖപ്പെടുത്തി. ഇരിക്കൂർ, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇരിക്കൂറിൽ 46.74%, തളിപ്പറമ്പിൽ 49.74%, അഴീക്കോട് 48.33%, കണ്ണൂരിൽ 45.79%, ധർമ്മടത്ത് 49.3%, മട്ടന്നൂരിൽ 49.6%, പേരാവൂരിൽ 45.78% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരിയിൽ 49.67%, കൂത്തുപറമ്പിൽ 48.92% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ വടകരയിൽ പോളിംഗ് മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു പരാതിയായി UDF ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതേസമയം തലശ്ശേരി, കൂത്തുപറമ്പ് മേഖലകളിൽ കനത്ത പോളിംഗും നടക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള അഭൂതപൂർവമായ തിരക്കാണ് ആദ്യത്തെ 2 മണിക്കൂറിൽ ഉണ്ടായിരുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെ പോളിംഗ് ബൂത്തിന് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. അതൊരു 10:30 വരെ അതേ രീതിയിൽ തുടർന്നു. 10:10:30ക്ക് ശേഷം ചൂട് കൂടിയതോടുകൂടി, വെയിൽ കടുത്തതോടുകൂടി വോട്ടർമാരുടെ നീണ്ട നിര അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഒരു 11 മണി മുതൽ ഒരു 2 മണി വരെയുള്ള സമയത്ത് പോളിംഗ് ശതമാനം ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വോട്ടർമാരുടെ നീണ്ട നിര എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കമ്മീഷൻ വൃത്തങ്ങളും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ സമാനമായ പോളിംഗ് ശതമാനം തന്നെ ഏതാണ്ട് ഒരു 80% പോളിംഗ് ശതമാനം കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു 70-നും 80-നും ഇടയിലുള്ള ഒരു പോളിംഗ് ശതമാനം എന്തായാലും ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളും കണക്കുകൂട്ടുന്നുണ്ട്. ഒരു 4 മണിക്കൂറാണ് ഇനി അവശേഷിക്കുന്നത്. ഏതെങ്കിലും ഘട്ടങ്ങളിൽ പല സ്ഥലത്തും ഈ വോട്ടിംഗ് മെഷീന്റെ തകരാറ് മൂലം പോളിംഗ് വൈകിയിരുന്നു. പുഴാതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് 1.5-2 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് 5 മണിക്ക് പുഴാതി കമ്മ്യൂണിറ്റി ഹാളിലെ 143 നമ്പർ ബൂത്തിലെ ബൂത്ത് ഏജന്റുമാരും ഓഫീസർമാരുമൊക്കെ മോക്ക് പോളിംഗ് നടത്തുന്ന സമയത്താണ് മെഷീൻ പണിമുടക്കിയത്. അതിനുശേഷം വീണ്ടും രണ്ടാമതൊരു മെഷീൻ കൊണ്ടുവന്നു. അതേ പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു. വീണ്ടും 3ാമത്തെ മെഷീൻ കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. റോഡ് വരെ നീണ്ട ഒരു ക്യൂ ആയിരുന്നു. ഈ അസഹ്യമായ ചൂട് കാരണം എല്ലാവരും തിരിച്ചുപോയി. അപ്പോൾ ഇപ്പോൾ 2 മണിക്കൂർ താമസിച്ചിട്ടാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലെ 143 നമ്പർ ബൂത്തിലെ ഇപ്പോൾ ഇലക്ഷൻ വീണ്ടും തുടങ്ങിയത്. അപ്പം ഇതിപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വൈകുന്നേരം 6 മണി വരെ ടൈം, ക്യൂവിൽ എത്ര പേരുണ്ടാവും അത്ര പേർക്ക് ടോക്കൺ കൊടുത്തിട്ട് ആ സമയം പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ 2 മണിക്കൂർ ലേറ്റായി. കാരണം കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും പണിമുടക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് തന്നെ ആ മെഷീൻ നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് ഒരുപാട് പേര് തിരിച്ചുപോയി. ആ ഒരു പ്രയാസമേ ഇപ്പോഴുള്ളൂ.
15 നിൽക്കുന്നത് ഇവർ അരമണിക്കൂറെ നിൽക്കുന്നു. മിഷൻ എന്തോ കേടാന്ന് പറയും. അവിടെയും വോട്ടർമാർ ഈ 6 മണിക്ക് ശേഷം വോട്ടർമാർ അവിടെ ക്യൂവിലുണ്ടെങ്കിൽ അവരെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 6 മണി വരെ ക്യൂവിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവർക്കൊക്കെ തന്നെ വോട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കും എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പുഴാതി കമ്മ്യൂണിറ്റി ഹാളിൽ 143 നമ്പർ ബൂത്തിലാണ് ഈ വോട്ടിംഗ് മെഷീന്റെ തകരാറ് മൂലം ഏതാണ്ട് 2 മണിക്കൂറോളം ഈ വോട്ടിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ വോട്ടർമാർ ഏറെ പ്രയാസപ്പെട്ടു എന്ന് അവിടെ എത്തിയ വോട്ടർമാർ പരാതിപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും മറ്റ് തരത്തിലുള്ള ഒരു പരാതികളൊന്നും തന്നെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു കള്ളവോട്ട് പരാതി ഉയർന്നിരുന്നു. അവിടെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവരുടെ വോട്ട് മറ്റൊരാൾ ചെയ്തു പോയി എന്നതാണ് അവിടുത്തെ പരാതി. പിന്നീട് ടെൻഡർ വോട്ട് ചെയ്ത് ആ വോട്ടർ മടങ്ങുകയാണ് ചെയ്തത്. പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.